അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ സുധീന ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ പറയാണ്, ശ്രുതിയുടെ അടുത്ത് ഇവൻ എന്താ പറഞ്ഞതെന്നറിയോ, ഇവൻ ആരും ഇല്ലാത്ത അനാഥനാണെന്ന്. എല്ലാവരും കൂടി എൻ്റെ കുഞ്ഞിനെ ആ അവസ്ഥയിൽ എത്തിച്ചില്ലേ. ഞാനിങ്ങനെ ഈ ജീവനോടെ ഇരിക്കുമ്പോഴേ എല്ലാവരും എൻ്റെ മോനെ ഒറ്റപ്പെടുത്തി. എനിക്ക് വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആരുണ്ട് ഇവന്? അപ്പോൾ സച്ചി പറയാണ്, അങ്ങനെ പറയല്ലമ്മേ, അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിലേ ഇവനായിരിക്കും അതിൻ്റെ കാരണം, ഇവ മാത്രമായിരിക്കും. മറന്നുപോയോ? അമ്മയുടെ തല തൊട്ടാ ഇവ സത്യം ചെയ്തിരിക്കുന്നതെന്ന് പറയാണ്. ഇത് കേട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ ചന്ദ്ര. ഇനിയിപ്പോൾ അപകടം പറ്റിയെന്നും പറഞ്ഞ് പണിക്കൊന്നും പോകാതിരുന്നാലേ കാശ് അങ്ങനെ തരുമെന്ന് ചോദിക്കുകയാണ് സച്ചി. മിസ്റ്റർ ഫ്രോഡ്, സത്യം പറ, കാശ് തരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കാരണത്തിന് വേണ്ടിയിട്ട് നീ ഉടായ്പ് കണ്ടെത്തിയേക്കണതല്ലേ? അപ്പോൾ സുധി പറയാണ്, എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. നോ മാറ്റർ വാട്ട് ഐ റിട്ടേൺ യുവർ മണി എന്ന് പറയണം കേട്ടോ. അപ്പോൾ സച്ചി പറയണം, മലയാളത്തിൽ പറയടാ. അപ്പോൾ ചന്ദ്ര പറയാണ്, എൻ്റെ മോനെ, നീ വിദ്യാഭ്യാസം ഇല്ലാത്തവനോട് സംസാരിച്ച് വെറുതെ സമയം കളയണ്ട. അതെ, എനിക്ക് വിദ്യാഭ്യാസം ഇല്ല, പക്ഷേ എന്നെ ആരും ഇതുവരെ പറ്റിച്ചിട്ടില്ലെന്ന് പറയണ സച്ചി. എടാ, നിനക്കറിയാവുന്ന ഇംഗ്ലീഷിൽ നിന്ന് കുറച്ചെടുത്ത് പണയം വെച്ചിട്ട് എൻ്റെ കാശ് തടാ. എന്തേ പറ്റില്ലേ? അതാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ മാത്രം കാര്യമില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അവനെ ഒരു ജോലി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ നിൻ്റെ കാശ് തിരിച്ചു വരുമെന്ന് പറയാണ് ചന്ദ്ര. എന്നിട്ട് സുധീനെ വിളിച്ചിട്ട് പോവാണ് കേട്ടോ. വാ മോനെ, നമുക്ക് റൂമിൽ കൊണ്ടുപോയിട്ട് റെസ്റ്റ് എടുക്കാം, സുധിക്ക് കൊടുക്കാനുള്ള ജ്യൂസ് എടുത്തിട്ട് വാന്ന് പറയാണ് ബാമേനോട്. അങ്ങനെ ചന്ദ്ര സുധീൻ്റെ താങ്ങി പിടിച്ച് റൂമിലേക്ക് കൊണ്ടുപോകാൻ നേരം സച്ചി പെട്ടെന്ന് ക്രോസ് ചെയ്തിട്ട് സുധിയുടെ കാലിനിട്ട് ഒരു ചവിട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് പറയാണ്, ഇത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ചെയ്തതാ, വേദന കൊണ്ട് സുധി പൊളിയാണ് കേട്ടോ. അപ്പോൾ സച്ചി പറയണം, ഐ ആം സോറി, ശരിക്കും നിനക്ക് മുറിഞ്ഞല്ലേ, എന്നാൽ മുമ്പ് റെസ്റ്റ് എടുത്തോന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ സുധീനെ താങ്ങി പിടിച്ചിട്ട് കൊണ്ടുപോകാണ് കേട്ടോ ചന്ദ്ര. ഇതൊക്കെ കണ്ട് ഓരോന്ന് ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് നമ്മുടെ രേവതി. സീനിൽ കാണിക്കുന്നത് ശ്രുതിനെയാണ് കേട്ടോ. ശ്രുതി ഇങ്ങനെ സുധീനെ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രുതി ഇങ്ങനെ സംസാരിച്ച കാര്യങ്ങളും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ശ്രുതിയുടെ കൂട്ടുകാരി ഇങ്ങനെ ചോദിക്കുന്നത്, നീ എന്തിനാ ഹോസ്പിറ്റലിൽ പോയെന്നും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ശ്രുതി ഇങ്ങനെ വിശദീകരിക്കുകയാണ് കേട്ടോ. പിന്നെ ഒരാൾക്ക് ആക്സിഡൻറ്റ് പറ്റി, അയാളെ ഞാൻ പരിചയമുള്ള ആളാണ്, അയാളെ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിച്ചു എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാരി പറയാണ്, അങ്ങനെ ഒരാളെ നീ ഹോസ്പിറ്റലിൽ എത്തിച്ച് ഒരു രാത്രി മുഴുവൻ കൂട്ടിയിരുന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും നീ ബില്ലിൻ്റെ 10% ഊറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ശ്രുതി പറയാണ്, സ്പോട്ട് എവിടുന്ന്, അങ്ങനെയൊന്നുമില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാരി പറയണേ, എനിക്കങ്ങനെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഒരു ലാഭമില്ലാതെ നീ ആരും എന്തായാലും സഹായിക്കില്ല. ഇല്ലടി, ഞാൻ സത്യം പറഞ്ഞതെന്ന് പറയണം കേട്ടോ ശ്രുതി. എന്തോ എനിക്കങ്ങനെ തോന്നിയില്ല. കൂട്ടുകാരി എന്നിട്ട് ഓരോന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിനെ ഇങ്ങനെ കളിയാക്കണം കേട്ടോ. എന്താടി നിനക്ക് പതിവില്ലാത്തൊരു മാറ്റം, നീ ശരിക്കും അയാളെ ഹെൽപ്പ് ചെയ്തോ? അപ്പോൾ ശ്രുതി പറയാണ്, മാറ്റം എന്ന് പറയുന്നത് ഒരു മാറ്റത്തിനുള്ള മാറ്റമാണെന്ന് പണ്ടാരും പറഞ്ഞ് നീ കേട്ടിട്ടില്ലേ? ജീവിതത്തിലുള്ള സംഭവങ്ങൾ വന്നു കയറുന്ന വ്യക്തികൾ, ഇതൊക്കെ നമ്മുടെ മാറ്റങ്ങളുടെ കാരണങ്ങളാകാം. പലപ്പോഴും നമ്മൾ പോലും അറിയാതെയല്ലേ മാറ്റം നമ്മളെ തേടി എത്തുന്നതെന്നൊക്കെ പറയാണ് ശ്രുതി. എന്നിട്ട് പറയാണ്, നീ മുമ്പ് എപ്പോഴും പറഞ്ഞിട്ടില്ലേ ഫ്യൂച്ചർ പ്ലാൻ വേണമെന്ന്? എനിക്കിപ്പോൾ അങ്ങനെ തോന്നുന്ന ഒരു ഫ്യൂച്ചർ പ്ലാൻ, അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയമായി എന്നൊക്കെ തോന്നുവാണെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ വീണ്ടും ശ്രുതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് ശ്രുതി. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയാണ് കേട്ടോ. സച്ചിയുടെ ഫ്രണ്ട്സ് വന്നിട്ട് പറയാണ്, ഇങ്ങനെ ഇരുന്നാൽ മതിയോ, നീ ഇതുവരെയായിട്ട് ഞങ്ങൾക്കൊരു ട്രീറ്റ് പോലും തന്നില്ലല്ലോ, കല്യാണം കഴിഞ്ഞിട്ടൊരു ട്രീറ്റൊക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ചതാണെന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ സച്ചി പറയാണ്, നീ വെറുതെ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് നെഗറ്റീവ് ആക്കല്ലേ, ട്രീറ്റ് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ചുതരാം, നീ ആ കാര്യമൊന്നും പറയണ്ടെന്നൊക്കെ പറയാം കേട്ടോ ഫ്രണ്ട്സിനോട്. അപ്പോൾ ഫ്രണ്ട്സ് പറയണേ, എടാ ഇതൊക്കെ ഒരു യോഗല്ലേ, ഇനി മസിൽ പിടിച്ചേക്കാത്ത ഇതൊക്കെ പോസിറ്റീവായിട്ട് കാണുക, എന്തായാലും നീ കെട്ടി, ഇനിയിപ്പോൾ അതനുസരിച്ച് സന്തോഷമായിട്ട് നിനക്ക് ജീവിച്ചുകൂടെ എന്നൊക്കെ പറയാൻ കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ സച്ചി പറയാണ്, ഒരുത്തൻ പെട്ടിരിക്കുമ്പോൾ ഉപദേശിക്കാൻ എന്ത് സുഖമല്ലേ, നിനക്കൊക്കെ ട്രീറ്റ് അല്ലേ വേണ്ടത്, അതങ്ങോട്ട് ചെയ്തേക്കാം, മേലിൽ ഈ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരരുതെന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് പറയണം, നിൻ്റെ ട്രീറ്റ് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ നിനക്ക് അങ്ങോട്ടേ ട്രീറ്റ് ചെയ്യാൻ പോവാം, നാളെ നിനക്കും നിൻ്റെ ഭാര്യയ്ക്കും വേണ്ടിയിട്ട് ഇവൻ്റെ വീട്ടിൽ വെച്ചിട്ടൊരു പാർട്ടി സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ കേട്ടോ ഫ്രണ്ട്. പുള്ളിക്കാരിനെ കൂട്ടി നീ എന്തായാലും വന്നേ പറ്റുള്ളൂ എന്ന് പറയാണ്. സച്ചി ഇങ്ങനെ മാനത്തേക്ക് നോക്കിയിട്ട്, കാക്ക വല്ലതും മലർന്ന് പറക്കുന്നുണ്ടോ? അപ്പോൾ ഫ്രണ്ട്സ് ചോദിക്കണേ, നീ എന്തേലും നോക്കുന്നത്? അതെ, കാക്ക മലർന്ന് പറക്കുന്നത് കണ്ടെത്തിയേ ഞാൻ എന്തായാലും അവളെ കൊണ്ട് എങ്ങോട്ടെങ്കിലും പോകും, ഞാൻ എപ്പോൾ അവളെ കൊണ്ട് പുറത്തു പോയാലും ഒരു ഉടക്കിലാണ് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അവക്കടെ വീട്ടിൽ പോയത്, ഒരലമ്പൂലാതെ തിരിച്ചു വരാനിരിക്കുമ്പോഴാണ് ഒരലവലാതെ കയറി ആകെ സീനാക്കിയത്, അതുകൊണ്ട് ഈ മധുര പരിപാടിക്കൊന്നും ഞാനില്ല, നമുക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലും പോയി കൂടാന്നൊക്കെ പറയാൻ കേട്ടോ സച്ചിയുടെ അടുത്ത് പറയണം, ഞങ്ങൾ ഫ്രണ്ട്സാന്ന് പറയാൻ നിനക്ക് നാണക്കേടായിരിക്കും അല്ലേ? അപ്പോൾ സച്ചി ഇത് കേട്ടിട്ട് ദേഷ്യപ്പെടാട്ടോ, ഒന്നും മിണ്ടാതിരിക്കുക, നിനക്കിപ്പോൾ എന്താ വേണ്ടത്, ഞാൻ പാർട്ടിക്ക് വരണം, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ പറയാണ്, പാർട്ടിക്ക് അങ്ങോട്ട് വന്നേക്കാം, പെങ്ങളെയും കൊണ്ട് നീ വരണം. പെങ്ങളോ? പിന്നെ നിന്റെ ഭാര്യ ഞങ്ങൾക്ക് പെങ്ങളല്ലേ എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ രേവതിനെയും കൊണ്ട് പാർട്ടിക്ക് ചെല്ലാമെന്ന് സച്ചി സമ്മതിക്കുവാണ് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് രേവതി രവീന്ദ്രനെ ഇങ്ങനെ ഫുഡ് വിളമ്പി കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ സുധീനെ ഇങ്ങനെ താങ്ങി പിടിച്ച് പയ്യെ ഇറങ്ങി വരുവാണ്. അപ്പോൾ സുധി പറയുന്നുണ്ട്, ഞാൻ റൂമിൽ ഇരുന്നോളാന്നൊക്കെ. അപ്പോൾ ചന്ദ്ര പറയുന്നത്, നീ എന്തിനാ പേടിക്കുന്നത്, നിനക്കും കൂടി അവകാശപ്പെട്ട വീടാ ഇത്, ആരും നിന്നെ ഒന്നും പറയാതെ ഈ അമ്മ നോക്കിക്കോളാന്നൊക്കെ പറഞ്ഞ് സുധീനെ കൊണ്ട് താഴേട്ട് വരുവാണ് കേട്ടോ. അപ്പോൾ രവീന്ദ്രൻ ഇങ്ങനെ സുധീരുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുകയാണ്, നിനക്കിപ്പോൾ കാലിന് എങ്ങനെയുണ്ട്? എനിക്കൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് പണിയൊക്കെ എടുക്കുമായിരുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ.
പണ്ടത്തെ കാലത്ത് ഹോസ്പിറ്റലിലൊന്നും പോകണ്ട പോക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്ര ദേഷ്യപ്പെടാൻ കേട്ടോ. നിങ്ങളുടെ അമ്മയെ പോലെ അല്ല ഞാൻ, ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല. അവനൊരു പോറൽ പോലും പറ്റാതെ ഞാൻ വളർത്തിയത്. ഇവൻ എന്ത് കുഴപ്പമുണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്? അവൻ നന്നായിട്ട് പഠിച്ചില്ലേ, നല്ല സ്വഭാവമല്ലേ, സച്ചിനെ പോലെ നാട്ടിൽ നടന്ന് തല്ലുണ്ടാക്കുന്നൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ. ഇത് കേട്ട് ദേഷ്യപ്പെട്ട് നോക്കിക്കാണ് കേട്ടോ രേവതി രണ്ടുപേരെയും. എന്നിട്ട് രേവതി ഒരു പ്ലേറ്റ് എടുത്തിട്ട് ചന്ദ്രയുടെ നേരെ വെക്കുവാണ് കേട്ടോ. അപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ്, നിനക്ക് കാഴ്ചക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, എനിക്കെല്ലാം ഭംഗിയായിട്ട് കാണാലോ എന്ന് പറയാൻ കേട്ടോ രേവതി. അത് ശരി, അപ്പം നീ മനഃപൂർവ്വമാണല്ലേ അങ്ങനെ ചെയ്തത്? അമ്മ എന്തേ പറയുന്നേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സുധി ഇവിടെ ഇരിക്കുന്നത് കണ്ടില്ലേ, അവനൊരു പ്ലേറ്റ് കൊടുക്കുക എന്ന് പറയാട്ടോ. രേവതി അത് ശ്രദ്ധിക്കാതെ അമ്മ ഇത് കഴിക്കുന്ന പറഞ്ഞ വിളമ്പാണ്. അപ്പം എനിക്ക് വിളമ്പുന്നതിന് മുമ്പ് നീ അവനൊരു പ്ലേറ്റ് എടുത്ത് കൊടുക്കുന്നു പറയാണ്. അപ്പോൾ രേവതി പറയണേ, അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്നോട് അങ്ങനെ പറയത്തുന്നത്, ഞാനത് എന്തായാലും ചെയ്യില്ല. ഓഹോ, നിനക്ക് വാശിയല്ലേ? അവനൊരു അപകടത്തിൽപ്പെട്ടിട്ട് തിരിച്ചു വന്നതാ. ഈ അവസ്ഥയിൽ ഇങ്ങനെയൊക്കെ പെരുമാറുന്ന നിനക്കൊക്കെ മനുഷ്യത്വം ഉണ്ടോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ ചന്ദ്ര. അപ്പോൾ നമ്മുടെ രേവതി പറയാണ്, പറഞ്ഞ വാക്ക് തെറ്റിക്കുന്നതും ഒരു കുടുംബത്തെ മുഴുവൻ കതിർമണ്ഡപത്തിൽ വെച്ചില്ലേ കതിർമണ്ഡപത്തിൽ വെച്ച് കരിയിക്കുന്നതും മനുഷ്യത്വത്തിന് ചേർന്നതാണെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. ഓഹോ, അത് ശരി, അപ്പോൾ നിനക്ക് സംസാരിക്കാനൊക്കെ അറിയാം എന്നൊക്കെ പറയാണ് ചന്ദ്ര. രവീന്ദ്രനും രേവതിയെ സപ്പോർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ചന്ദ്ര പറയണം, അവനൊരു അബദ്ധം പറ്റി എന്ന് കരുതി ഈ അവസ്ഥയിൽ അവനോട് ഇങ്ങനെ പകയോടെ നിൽക്കുന്നത് ശരിയാണോ? ഇത് കേട്ട് സുധി എണീറ്റ് പോകാൻ പോകട്ടോ. എനിക്ക് വേണ്ട അമ്മേ, ഞാൻ പട്ടിണി കിടന്നാലും കുഴപ്പമൊന്നുമില്ല, എനിക്കതിപ്പോൾ ശീലമായി എന്നൊക്കെ പറയാണ്. അപ്പോൾ ചന്ദ്ര, നീ ഇതിൽ പട്ടിണി കിടക്കണം, നിനക്ക് അമ്മയുണ്ട്, ഞാൻ നിനക്ക് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പ്ലേറ്റ് എടുത്ത് കൊടുക്കുവാണ് കേട്ടോ സുധിക്ക്. അങ്ങനെ രേവതി ചന്ദ്രക്ക് ഇങ്ങനെ ദോശ എടുത്ത് കൊടുക്കുമ്പോൾ ചന്ദ്ര പറയും, ഞങ്ങളുടെ കാര്യങ്ങളെ ഞങ്ങൾ നോക്കിക്കോളാം, നീ സഹായിച്ചതൊക്കെ മതി എന്ന് പറയാണ്. അങ്ങനെ സച്ചി അങ്ങോട്ടേക്ക് കയറി വരാണ് കേട്ടോ. ഓ, എല്ലാവരും കഴിക്കാനിരുന്നോ? ഞാനേ കുറച്ച് മധുരം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയാണ് കേട്ടോ. ഒരു നല്ല കാര്യം നടന്നപ്പോൾ നിങ്ങളുമായിട്ട് എങ്ങനെ അത് ഷെയർ ചെയ്യാമെന്ന് ചിന്തിച്ചിട്ട് വന്നതാണ് ഞാൻ എന്നൊക്കെ പറയാൻ കേട്ടോ സച്ചി. രവീന്ദ്ര ചോദിക്കാൻ, എന്താ നിനക്ക് ഇത്ര സന്തോഷം വരാൻ കാരണം? അതൊക്കെ പറയാം, അതിനു മുമ്പ് ഇതൊക്കെ കഴിച്ചതെന്ന് പറഞ്ഞിട്ട് മധുരം കൊടുക്കണം കേട്ടോ രവീന്ദ്രന്. എന്നിട്ട് സുധിക്ക് കൊടുക്കുമ്പോൾ സുധി പറയുമ്പോൾ എനിക്ക് വേണ്ടാന്ന് പറയാൻ കേട്ടോ. അപ്പോൾ സച്ചി പറയാണ്, ഓ നീ വേണ്ട, അതൊക്കെ ഇങ്ങനെ മുഖത്തടിച്ച് പറയല്ലേ, എനിക്ക് വിഷമാവില്ലേ, ഒരു സന്തോഷം പങ്കിടാൻ വേണ്ടിയിട്ടല്ലേ നിനക്ക് തരുന്നത്, എടാ എടുക്കടാ സുധി എന്നൊക്കെ പറഞ്ഞിട്ട് സുധീനെ കൊണ്ട് നിർബന്ധിച്ച് ലഡു കൊടുക്കുവാണ് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും മധുരം കൊടുത്തു കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ്, നീ പറഞ്ഞില്ല എന്താ സംഭവം എന്ന്? അല്ല, ഇത് ഇന്ന് നടന്ന സംഭവത്തിനല്ല, കുറച്ച് മുമ്പ് നടന്ന സംഭവമല്ലേ, അതിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ സുധി ഒരു പെണ്ണിനെ പറ്റിച്ച് നമ്മുടെ സുധീനെ ഒരു പെണ്ണ് പറ്റിച്ചില്ലേ, അതിനാ ഇതെന്ന് പറയാൻ കേട്ടോ. പെട്ടെന്ന് ചന്ദ്രയുടെയും സുധിയുടെയും മുഖം മാറുവാണ് കേട്ടോ. വായിലിട്ട് തുപ്പാനും വയ്യ ഇറക്കാനും വയ്യ എന്ന് പറഞ്ഞ അവസ്ഥയിൽ രണ്ടുപേരും നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് സച്ചി പറയാണ്, ഞാൻ ഒരു കേക്ക് മുറിക്കണമെന്ന് വിചാരിച്ചിരുന്നത്, പക്ഷെ അപ്പോഴേക്കും ഇവ വീണ്ടും ഇറങ്ങിപ്പോയി. ഇപ്രാവശ്യമെങ്കിലും സീരിയസ് ആയിട്ട് പോയതെന്ന് വിചാരിച്ചതാ, അപ്പോഴല്ലേ ചാക്കി കെട്ടിക്കളഞ്ഞ പൂച്ച തിരിച്ചു വരുമ്പോലെ വീണ്ടും വലിയേറി വന്നത്. ഒരിട കേക്ക് ഓർഡർ ചെയ്ത് കിട്ടാൻ കുറച്ച് നേരം വൈകി. ആ ഗ്യാപ്പിൽ നീ എങ്ങാനും പിന്നെ നാട് വിട്ടാലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഈ ലഡുവിൽ ഒതുക്കിയെന്നൊക്കെ പറയാൻ കേട്ടോ. ഇതൊക്കെ കേട്ട് ചിരിക്കുകയാണ് രേവതി. ഓ, നീ എൻ്റെ മകന് അപകടം പറ്റിയത് ആഘോഷിക്കുകയാണല്ലേ? അപ്പോൾ സച്ചി പറയാണ്, അതെ ആഘോഷിക്കാം, പക്ഷെ അതെന്തിനാണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു, ചന്ദ്രമതി വധ ട്രാക്ക് മാറ്റണ്ടെന്നൊക്കെ പറയാൻ കേട്ടോ സച്ചി. എന്നിട്ട് അച്ഛനോട് പറയാണ്, അച്ഛാ ഇവൻ ഓരോ ഡിഗ്രി വാങ്ങുമ്പോഴും അച്ഛൻ ഓർമ്മയില്ലേ, എൻ്റെ മോൻ അത് പഠിച്ചു, അവന് സമ്മാനം കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഇവിടെ പായസമൊക്കെ വെച്ചിട്ടില്ലേ, ഇപ്പോൾ ഒരു പെണ്ണ് തെളിയിച്ചില്ലേ അവൻ ലോക മണ്ടന്മാരുടെ ലിസ്റ്റിൽ 1ാം സ്ഥാനത്താണെന്ന്. അതാഘോഷിക്കാൻ വേണ്ടിയിട്ട് അമ്മ മറന്നാലും ഞാനത് മറക്കത്തില്ല അച്ഛാ എന്നൊക്കെ പറയാൻ കേട്ടോ. ആകെയുള്ളൊരു വിഷമം, ഇവൻ മണ്ടനായപ്പോൾ പണി കിട്ടിയത് മൊത്തം എനിക്കാ. അപ്പോൾ രേവതി ഇങ്ങനെ നോക്കാൻ കേട്ടോ. ഇവളെൻ്റെ തലയിലായില്ലേ, എന്നെ പെടുത്തിയിട്ട് ഇവൻ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയാൻ കേട്ടോ. അത് കേട്ട് വിഷമിച്ച് നിൽക്കുവാണ് രേവതി. ഇത് കേട്ട് ചന്ദ്ര സന്തോഷിക്കുന്നുണ്ട് കേട്ടോ. സച്ചി പറയാണ്, അച്ഛാ ഈ കല്യാണം എന്ന് പറയുന്നതേ ഒരു തരം ശിക്ഷയാണ്, ഞാൻ എന്നാ തെറ്റ ചെയ്തിട്ടാണ് എനിക്കിത് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, രക്ഷപ്പെടാൻ എനിക്കിപ്പോൾ ഒരു വഴിയില്ല എന്നൊക്കെ പറയാൻ കേട്ടോ സച്ചി. ഇതൊക്കെ കേട്ട് സന്തോഷിച്ചിരിക്കാൻ കേട്ടോ ചന്ദ്ര. എന്നിട്ട് ചന്ദ്ര പറയാണ്, ഓ ഇപ്പം എനിക്ക് കുറച്ച് സന്തോഷമൊക്കെ ആവണുണ്ട്, ഇനി കുറച്ച് മധുരമാവാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് മധുരം കഴിക്കാൻ കേട്ടോ. എന്നിട്ട് സുധീരുടെ അടുത്ത് പറയാണ്, ഇത്രയും സന്തോഷമുള്ളൊരു കാര്യം നീ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ, കഴിക്കും മധുരം എന്ന് പറയാണ്. ഇത് കണ്ട് സഹിക്കാൻ വയ്യാതെ കരഞ്ഞ് നിലവിളിച്ച് ഓടുകയാണ് കേട്ടോ രേവതി. രവി പറയാണ്, എന്താടാ ഇത്, അവൾ ഭക്ഷണം പോലും കഴിക്കാതെ പോയി വിളിച്ചിട്ട് വാന്ന് പറയാണ്. അങ്ങനെ രേവതിയുടെ പുറകെ സച്ചിയും പോവാണ് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് വിഷമിച്ച് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കുന്ന രേവതിനെയാണ് കേട്ടോ. അപ്പോൾ സച്ചി അങ്ങോട്ടേക്ക് വരുവാണ്. നീ എന്ത് പണിയാണ് കാണിച്ചത്, കഴിക്കാതെ ഇവിടെ വന്നിരുന്ന് എന്നെ വഴക്കേൽപ്പിക്കാനാണോ? ഞാൻ കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് എന്താ, നീ എന്തിനാ ചൂടാവുന്നേ? അല്ല, ഞാൻ കൈകൊട്ടിച്ചിരിക്കാന്നൊക്കെ പറയാൻ കേട്ടോ രേവതി. എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് ഞാൻ തലയിലായെന്നും എൻ്റെ അടുത്ത് പെട്ട് കിടക്കുകയാണെന്നും പറയുന്നത് കേട്ട് ഞാൻ സന്തോഷിക്കണോ? എല്ലാ ദിവസവും എന്തിനാ ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ വിഷമിച്ച് പറയാൻ കേട്ടോ രേവതി. പിന്നെ ഞാൻ എന്താ പറയേണ്ടത്, അവൻ ഒളിച്ചോടിയത് എൻ്റെ അനുഗ്രഹമായി, അതുകൊണ്ട് എൻ്റെ കല്യാണം നടന്നതെന്ന് പറയണോ? എന്നെ ഇഷ്ടപ്പെട്ടിട്ടാണോ നീ വിവാഹം കഴിച്ചെന്നൊക്കെ ചോദിക്കുകയാണ് സത്യം പറ, നിനക്കും തോന്നിയിട്ടില്ലേ വന്ന് പെട്ടുപോയിന്ന്? അപ്പോൾ രവതി പറയണ, അതെ തോന്നിയിട്ടുണ്ട്, എന്നാലും എല്ലാം മറന്ന് മുന്നോട്ട് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ വന്നോളും ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടെന്നൊക്കെ പറയാൻ കേട്ടോ രേവതി. നീ എന്തിനാ ഒച്ചയിടാക്കുന്നേ, ഇത്രയും ശബ്ദം ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് അന്നേ പറഞ്ഞുകൂടായിരുന്നോ എനിക്ക് കല്യാണം വേണ്ടെന്ന്? ഞാനേ എൻ്റെ അച്ഛന് വേണ്ടിയിട്ടാണ് നിന്നെ കെട്ടാൻ സമ്മതിച്ചത്. രേവതി പറയാണ്, ഞാനേ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളെ കെട്ടാൻ സമ്മതിച്ചത്, ഇനി മുതൽ ഞാനും പറഞ്ഞു നടക്കാം പെട്ടുപോയിന്നും തലയിലായിന്നൊക്കെ. അപ്പോൾ സച്ചി പറയാണ്, പറഞ്ഞോ നീ എവിടെ വേണേലും പറഞ്ഞോ.
അപ്പോൾ രേവതി പറയാണ്, നിങ്ങളെപ്പോലെ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാതെ പെരുമാറാൻ എനിക്കറിയില്ല. ആരെയും വിഷമിപ്പിക്കാനും സങ്കടപ്പെടുത്താനൊന്നും ഞാൻ ശീലിച്ചിട്ടുമില്ല. എന്നിട്ട് സച്ചി പറയാണ്, നീ ഇല്ലാത്തപ്പോൾ എനിക്ക് കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു, ഇപ്പോൾ അതും ഇല്ല എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ രേവതി കണ്ണുകൊണ്ട് പറയാണ്, അപ്പോൾ ഞാൻ ഇല്ലാത്തതാണല്ലോ നിങ്ങൾക്ക് ഇഷ്ടം എന്നൊക്കെ പറയാണ്. നീ പിന്നെ എന്താ വിചാരിച്ചത്, നിൻ്റെ വരവോടെ സച്ചി സന്തോഷിച്ചതെന്നോ? ഒന്ന് പോയടി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലിൽ ഇങ്ങനെ എന്നോട് ശബ്ദം വേറെ സംസാരിക്കരുത്. എൻ്റെ അച്ഛനും അച്ഛമ്മയ്ക്കും അല്ലാതെ വേറെ ആർക്കും ഞാൻ അതിനുള്ള അവകാശം നൽകിയിട്ടില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. നിങ്ങളുടെ മുന്നിൽ വന്ന് സംസാരിക്കാനുള്ള അവകാശം പോലും എനിക്കില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? അപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ എന്നെ തരം താഴ്ത്തി സംസാരിക്കുന്നത് എന്തവകാശത്തിൻ്റെ പേരിലാണെന്ന് ചോദിക്കുകയാണ് കേട്ടോ. സച്ചി ഒന്നും മിണ്ടാനാവാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. പറയുന്നതിന് തിരിച്ചു പറയാൻ വേണ്ടിയിട്ട് പറയുന്നതിന് തിരിച്ചു പറയുമ്പോൾ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല അല്ലേ? എന്താ നിങ്ങളുടെ പ്രശ്നം? എപ്പോൾ നോക്കിയാലും കുറ്റം പറയുന്നതിലും ഭേദം കാര്യമായിട്ട് പറ. ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ അത് പറ, അല്ലാതെ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടേണ്ട. ഞാൻ കാരണം ആരും ബുദ്ധിമുട്ടുന്നത് എനിക്കിഷ്ടമല്ല എന്നൊക്കെ പറയാണ് രേവതി. തുറന്ന് പറഞ്ഞാൽ മതി, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പൊക്കോളാം എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ സച്ചി പറയാണ്, നിന്നോട് അതിന് ഞാൻ പോകാൻ പറഞ്ഞോ? നീ പോയാലേ അച്ഛൻ്റെ വഴക്കേ ഞാൻ കേൾക്കണം. നിൻ്റെ പുറകെ വന്ന് ഇങ്ങോട്ടേക്ക് തന്നെ വിളിച്ചുകൊണ്ട് വരേണ്ടി വരും. അതാ ഞാൻ പറഞ്ഞ പെട്ടുപോയെന്ന്. ഓഹോ, അപ്പോൾ ഇങ്ങനെ ഒരു പേടിയുള്ളത് കൊണ്ടാണല്ലേ ഞാൻ ഇന്നിങ്ങനെ നിൽക്കുന്നത്. അച്ഛനെ പേടിച്ച് എന്നെ ചുമക്കാനെന്നല്ലേ നിങ്ങൾ പറഞ്ഞു വന്നത്? ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം പറയോ? നമുക്കിടയിലുള്ള ബന്ധം അതെന്താണെന്നൊന്ന് പറയോ? അപ്പോൾ സച്ചി പറയാണ്, ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, അത്ര തന്നെ എന്ന് പറയാണ് കേട്ടോ. ഇത് കേട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ് രേവതി. അങ്ങനെ ഈ എപ്പിസോഡ് തീരുവാണ്.